VDO, RCO, KCO ആരായാലും മെയ് 4 വരെ കോൺഗ്രസുകാർക്കൊരു മുഖ്യമന്ത്രിയെ വേണം. സതീശിനു വേണ്ടി ഒരു കൂട്ടർ, വേണുഗോപാൽ മതിയെന്ന് മറ്റു ചിലർ, ചെന്നിത്തല ഭയങ്കരനാണെന്ന് വേറെ ചിലർ. വോട്ട് പെട്ടിയിലിരിക്കുന്നതേ ഉള്ളൂ. കേരളത്തിൽ LDFന് തുടർഭരണം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങൾ ഉൾപ്പെടെ മഹാഭൂരിപക്ഷം മാധ്യമങ്ങളും പറയുന്നു. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നവർക്കെല്ലാം തുടർഭരണം എന്നതാണ് കേരളത്തിന്റെ പൊതുവികാരമെന്ന് ബോധ്യമായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കടിപിടി ആരംഭിച്ചിരിക്കുന്നു. സാധാരണ പ്രവർത്തകരല്ല, നേതാക്കൾ തന്നെ പല പേരുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ KC വേണുഗോപാലിന്റെ അപദാനങ്ങൾ വാഴ്ത്തി രംഗത്തു വന്നു. അഭിപ്രായം പറഞ്ഞതേ സുധാകരൻ ഓർമ്മയുള്ളൂ. സതീശൻ അനുകൂലികളുടെ നിലയ്ക്കാത്ത തെറി അഭിഷേകമാണ് പിന്നാലെ വന്നത്. കടൽക്കിഴവൻ എന്നാണ് അണികൾ പഴയ പ്രസിഡന്റിനെ സംബോധന ചെയ്യുന്നത്. കോൺഗ്രസുകാർ സിംഹം എന്ന് വിശേഷിപ്പിച്ചിരുന്ന നേതാവാണ്. ഇപ്പോൾ മഴവിൽക്കാവടി സിനിമയിലെ പറവൂർ ഭരതനെ പോലെയാണെന്നാണ് അണികൾ പറയുന്നത്. വേറെ വിശേഷണങ്ങൾ പലതും അണികൾ സുധാകരന് ചാർത്തി നൽകുന്നുണ്ടെങ്കിലും അതൊന്നും പ്രസിദ്ധീകരണ യോഗ്യമല്ല. സതീശനു വേണ്ടി എറണാകുളം DCC പ്രസിഡന്റ് എത്തി. അതിലരിശം പൂണ്ട് മുരളീധരൻ അടക്കമുള്ള നേതാക്കളും വന്നു. ഞാൻ 8 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് മന്ത്രിയായെന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ കാണണ്ട. ഇതൊക്കെ ഏതുവരെ പോകുന്നൊക്കെ എനിക്കറിയാം. ഗ്രൂപ്പ് ഡാൻസ് കളിക്കേണ്ട സ്ഥാനത്ത് സിംഗിൾ ഡാൻസ് കളിക്കുന്നു. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സാമൂഹിക മാധ്യമങ്ങൾ കോൺഗ്രസുകാരുടെ പോർവിളികളാൽ മുഖരിതമാണ്. നേതാക്കളുടെ ജീവചരിത്രം രചിക്കുന്ന തിരക്കിലാണ് അണികൾ. ആകെ ഒരു പ്രാഞ്ചിയേട്ടൻ ഫീൽ. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ ജാതകം എഴുതരുതെന്ന ഉപദേശം ഇതിനിടയിൽ KC ജോസഫ് കോൺഗ്രസുകാർക്ക് നൽകിയിട്ടുണ്ട്. സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് KC ജോസഫിന് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. ടീം UDF എന്ന് സതീശൻ ഇടയ്ക്കിടെ പറയുന്നതിന്റെ അർത്ഥം ഇപ്പോഴാണ് കേരളത്തിന് ബോധ്യമായത്. വല്ലാത്ത ജാതി ടീമുകൾ തന്നെ. ഇതുപോലെ ഗതികെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി വേറെ എവിടെയും കാണില്ല. അധികാരത്തോടുള്ള ആർത്തിയും അധികാരസ്ഥാനങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള നേതാക്കളുടെ അത്യാഗ്രഹവും അധികാരത്തെ ധനസമ്പാദനത്തിനുള്ള മാർഗമായി കാണുന്ന രീതിയും ചേർന്നാണ് കോൺഗ്രസിനെ നാശത്തിന്റെ പടികുഴിയിലേക്ക് തള്ളിയിട്ടത്. ഈ ദുരവസ്ഥയിലും അടിസ്ഥാന ശീലങ്ങളിൽ ഒരു മാറ്റവും ആ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നത് തെളിയിക്കുന്നതാണ് ഈ കോലാഹലങ്ങൾ. ഈ പരസ്യ നാടകങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ടെന്ന വസ്തുത കോൺഗ്രസുകാർ ഓർക്കണം. ഒരു കാര്യം കോൺഗ്രസുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം: മെയ് 4 മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത് കളയരുത്. മെയ് 4 വരെ നിങ്ങൾ ഈ നാടകം തുടരണം. അതിനുശേഷം കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സർക്കാർ വരും, ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയും. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.